വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ ചീസ് പാൻകേക്കാണ്. വളരെ ഈസിയായി അത് തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇത് കഴിക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് കൊണ്ടോ ഒരു മാഷർ കൊണ്ടോ ഇത് നന്നായി ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് കേട്ടോ, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പച്ചമുളക് ഞാൻ ചെറിയ എരിവുള്ളതായിട്ടിരിക്കണം കേട്ടോ, അധികം എരിവില്ല. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ അല്പം മുളക് പൊടി ഇടാം കേട്ടോ. ഞാനൊരു അല്പം മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരല്പം മുളക് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ബോളായിട്ട് എടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ശരിക്ക് ഉരുട്ടിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പരത്തണം. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ആക്കില്ലേ അതേപോലെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മൊസറല്ല ചീസ് ഉണ്ടല്ലോ, ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും അല്പം എടുത്ത് നമുക്കിതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ ചെയ്തെടുക്കണം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചെടുത്ത് ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ഒന്ന് ചെറുതായി ഇങ്ങനെ പരത്താം. അതിലേക്ക് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. കേട്ടോ, ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഹീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊട്ടറ്റോ ചീസ് പാൻകേക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങളിത് ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്തു മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മൾ ഇതും ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നിന്നും എടുത്തു മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് പാൻകേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് പാൻകേക്ക് തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.